പലരും പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം എപ്പോഴും എത്തിക്സ് കീപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. നമുക്ക് കുറച്ച് ഗ്രേ ഷെയ്ഡ്സ് ഒക്കെ അതിൽ വരും. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിലേ ഒരു സക്സസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ സത്യസന്ധമായിട്ട് മാത്രം മുന്നോട്ട് പോയാൽ നമ്മൾ താഴെ പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഫെയില്യൂർ ആയി പോകും എന്നൊക്കെ ഉള്ളത് പല പ്രാവശ്യം പല ആൾക്കാർ പല ആവർത്തി പറയുന്നത് കേട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് ഇതൊരു ഫാക്റ്റുള്ള സംഭവമാണ്, അല്ലെങ്കിൽ ഫാക്ച്വൽ ആണോ, അതേ നമുക്ക് വാല്യൂ ബേസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോയാൽ സക്സസ് 100% നമുക്ക് ഉറപ്പാണോ? ഈ എത്തിക്കലായിട്ട് ജീവിക്കുക അതൊക്കെ ഓരോ വ്യക്തിയുടെയും ചോയ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് എത്തിക്കലായിട്ടേ ചെയ്യുള്ളൂ എന്ന് ഞാൻ തീരുമാനിക്കുകയും എൻ്റെ ബിസിനസ് സക്സസ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സൊസൈറ്റിക്ക് അതിൻ്റെ ഒരു വാല്യൂ കിട്ടും. അത് വ്യക്തിപരമായ ചോയ്സാണ്. ചില ആളുകൾ എന്ത് ചെയ്താലും അതിനകത്ത് എന്തെങ്കിലും ക്രോക്കഡായി കാണും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൺട്രപ്രണേഴ്സിനോട് പറയാവുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കാനുള്ളതല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി ചെയ്യാൻ. അൾട്ടിമേറ്റ്ലി ഒരു ഓൺട്രപ്രണർക്ക് എന്താ വേണ്ടത്? ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് ആണ്, ത്രില്ലാണ് വേണ്ടത്. ത്രില്ലാണ് അൾട്ടിമേറ്റ് ത്രില്ല്. എപ്പോഴും ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ അത് ലീഗലായിട്ട് ബിസിനസ് ചെയ്യുമ്പോഴാണ്, എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്യും, അതിൽ പരാജയപ്പെടാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കണം. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്തിക്കലല്ല, ലീഗലല്ല എങ്കിൽ ഒരു പരിധി വിട്ട് ഗ്രോ ചെയ്യാൻ പറ്റില്ല. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതും. ഞാൻ എൻ്റെ കൂടെ വരുന്ന ആളുകളെ ഞാൻ അതിലേക്കാണ് ഗൈഡ് ചെയ്യുന്നത്. പിന്നെ അത് ഓരോരുത്തരുടെയും ചോയ്സാണ്. അപ്പോൾ ടാക്സ് അടക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നല്ല വൈറ്റിൽ തന്നെ കറക്റ്റ് പോവുക, അതല്ലാത്ത രീതികൾ ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണേലും വളരാം. ചിലപ്പോൾ 50% കിട്ടുന്നത് അല്ലെങ്കിൽ 40% കിട്ടുന്നത് 20%ആണ് കിട്ടുക. ബട്ട് ആ 20%ന് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടെന്നേ. ഉറങ്ങാനൊരു പ്രശ്നം വരില്ല. ED വരുമെന്ന് പേടിക്കണ്ട, ടാക്സ് വരുമെന്ന് പേടിക്കണ്ട, പീസ്ഫുള്ളായിട്ട് ഉറങ്ങാം. ഞാൻ എൻ്റെ ലൈഫിൽ കാണുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി 9:30 മണിക്ക് കിടക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണം. എൻ്റെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യില്ല. ഞാൻ അത് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അത് കാരണം നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി, നമ്മൾ പ്രഷറിൻ്റെ ഗുളികയും അടിച്ച് കയറ്റി കുറേ അവിടെയും ഇവിടെയും, എന്തിനാ അതൊക്കെ? അത്രയും പൈസ എന്തിനാ? അത്രയും പൈസ വേണ്ടെന്ന് തന്നെ അഭിപ്രായം. നമുക്ക് ജീവിക്കാനുള്ളത് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ജീവിക്കാനുള്ള പൈസ വേണം. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റും സർവീസും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വാല്യൂ. ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് നമ്മളെല്ലാവരും ഉപയോഗിക്കുമ്പോൾ അതിലൂടെ കിട്ടുമ്പോൾ അതിൻ്റെ ഫൗണ്ടർക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ്, അതാണ് ഒന്നാമത്തെ സംഗതി. അതിനാവശ്യമായ പൈസയൊക്കെ ഉണ്ടായിക്കോളും, അതാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത്തെ, നമുക്ക് കുറേ നല്ല ക്വാളിറ്റിയുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ടാക്സ് കൊടുത്തൊക്കെ പങ്കാളിയാവാൻ പറ്റുക. ഇതൊക്കെ പറ്റുമെങ്കിൽ ഇതന്നെയല്ലേ ത്രില്ലായിട്ടുള്ള കാര്യം. അപ്പോൾ എത്തിക്കലായിട്ട് കിട്ടുന്നത് മതി എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അതിൽ എന്നെ ഇൻസ്പയർ ചെയ്തൊരു വാക്കുണ്ട്. നമ്മുടെ മുസ്തഫയുടെ ID ഫ്രഷിൻ്റെ ഫൗണ്ടറായിട്ടുള്ള മുസ്തഫ സാറിൻ്റെ ഒരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തായിരുന്നു. കാരണം അവർ ബാംഗ്ലൂർ ബിസിനസ് ഇങ്ങനെ കൊണ്ടുപോകുന്നതിനിടയിൽ ബിസിനസ് ഇങ്ങനെ പൊട്ടി സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പക്ഷേ കേട്ടിട്ടുണ്ടോ അല്ലേ? അപ്പോൾ അവർക്കൊരു ഓർഡർ കിട്ടുന്നു നമ്മുടെ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ ഭയങ്കര എല്ലാവരും സന്തോഷമായി. കാരണം ആ ഫണ്ട് എന്ന് പറയുന്ന സമയത്ത് വലിയ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഭയങ്കര പ്രചോദനമുള്ള സാധനം. പക്ഷെ അവരത് വേണ്ടെന്ന് വെക്കുകയാണ്. കാരണം ഈ സാധനം ബാറിൽ ടച്ചിങ്സ് ആയിട്ട് കൊടുക്കാനാണ്. ഇപ്പം ഞങ്ങളുടെ പ്രൊഡക്റ്റ് ബാറിലേക്ക് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഗഡ്സ് ഉണ്ടല്ലോ, അത് തന്നെയാണ്. നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അത് കിട്ടുന്ന ലാഭം മതിയെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടും. ഇത് പറ്റിച്ചാലേ നടക്കൂ, ടാക്സ് വെട്ടിച്ചാലേ നടക്കൂ, ആളുകളെ പറ്റിച്ചാലേ നടക്കൂ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്കുള്ള വഴി തന്നെ എത്തിപ്പെടും. ബിസിനസ്സിൽ ഇപ്പോൾ വിജയിച്ചേക്കാം, വലിയ ബ്രാൻഡായേക്കാം. അതിനും അപ്പുറത്ത് ബിസിനസ് വിജയിക്കുന്നതോടൊപ്പം തന്നെ ഹാപ്പി ആയിട്ട് വാല്യുബിൾ ആയിട്ട് ജീവിക്കുക എന്നുള്ളതും കൂടെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രയോറിറ്റി ഹാപ്പി ആയിട്ട് ഉറങ്ങണം. ആ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന ഒരു ബിസിനസ്സും ഞാൻ ചെയ്യില്ല. അത് ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ ചെയ്യില്ല. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ലിക്കർ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ വെട്ടിപ്പലിശ പോലുള്ള പരിപാടികൾ, അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളുകളൊന്നും ഞങ്ങൾ എന്ത് ചെയ്യാറില്ല, കൊണ്ടുവരാറുമില്ല. സമൂഹത്തിന്, സൊസൈറ്റിക്ക് വാല്യൂ കൊടുക്കുന്ന അങ്ങനത്തെ ബിസിനസ്സിനെ ഞങ്ങൾ കൺസൾട്ട് ചെയ്യാറുമില്ല. അപ്പോൾ വാല്യൂ ബേസ്ഡ് ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇക്കഴിഞ്ഞ ഒക്ടോബർ 9 നമ്മളെ വിട്ടുപോയ ശ്രീ രത്തൻ നാവൽ ടാറ്റ, അദ്ദേഹത്തെക്കുറിച്ച് ഒരിക്കലും പറയാതെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റില്ല. അതായത് അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഇന്ത്യ കണ്ടതിൽ ഏറ്റവും മൂല്യങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്തൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം, എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ നമ്പർ 1 എന്നുള്ളൊരു പട്ടികയിലൊന്നും എത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹം നമ്മുടെ ഇന്ത്യക്കാരുടെ മനസ്സിൽ എപ്പോഴും
ആ ഒരു വാല്യൂ ബേസ്ഡ് ബിസിനസ്സിൻ്റെ നമ്പർ 1 എന്നുള്ള സ്ഥാനത്ത് ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫിലൂടെ നമ്മൾ ഓൺട്രപ്രണേഴ്സിന് നൽകിയ ഒരു സന്ദേശം എങ്ങനെയാണ് അതിനെ നോക്കി? ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് അതിനെ പറയാമെന്ന് വിചാരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ കമ്പനികൾ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാറ്. അത് വിറ്റ് തുലയ്ക്കുന്നു, അത് അവർക്ക് കൊടുക്കുന്നു പറഞ്ഞിട്ട് വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവും. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു കമ്പനി ആയിരുന്നു എയർ ഇന്ത്യ. ദേശസാൽക്കരണത്തിലൂടെ ഏറ്റെടുത്താണെങ്കിൽ പോലും ഇന്ത്യൻ ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്ന ഏറ്റവും വലിയ കമ്പനി. കാരണം നാഷണൽ കാരിയറാണ്. ഒരു കാലത്ത് അത് ഒരു പ്രീമിയം എയർലൈനായിട്ട് പേരെടുത്ത കമ്പനിയായിരുന്നു. ഇടക്കാലത്ത് പിന്നെ മിസ്മാനേജ്മെന്റ് ഒക്കെ എയർ ഇന്ത്യ കുറിച്ച് താഴെ പോയെങ്കിലും എയർ ഇന്ത്യ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു വലിയൊരു അഭിമാനകരമായിട്ടുള്ളൊരു പബ്ലിക് കമ്പനി തന്നെയായിരുന്നു. ആ കമ്പനി ഗവൺമെന്റ് വിൽക്കാൻ തീരുമാനിച്ച സമയത്ത് അത് ടാറ്റയാണ് ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് കണ്ടപ്പോൾ ഒരാളും പ്രതിഷേധിച്ചില്ലെന്ന് മാത്രമല്ല, എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ടാറ്റ ഏറ്റെടുക്കുന്നതിന് ആളുകൾ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു. ആളുകൾക്ക് അറിയായിരുന്നു ഒരു പക്ഷേ ഗവൺമെന്റിനേക്കാളും നന്നായിട്ട് എയർ ഇന്ത്യ കൊണ്ടു നടക്കുന്നത് ടാറ്റയാണ്. അയാളൊരു മൂല്യമുള്ള മനുഷ്യനാണ്. എക്സാക്ട്ലി. ടാറ്റ ഒരിക്കലും രാജ്യത്തിന് ഹിതകരമല്ലാത്തൊരു ബിസിനസ് ചെയ്യില്ല എന്ന് വിശ്വാസമുണ്ട്. അവർ പല ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആളുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന, രാജ്യത്തിന് ഹിതകരമായ ഒരു ബിസിനസ്സിലും ഇല്ല. ടാറ്റ ഒരു ആഗോള കമ്പനിയാണ്. ഒരുപാട് രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉണ്ട്. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് ലോകത്തിലെ ലക്ഷറി കാർ ബ്രാൻഡുകളായിട്ടുള്ള ലാൻഡ് റോവറിൻ്റെയും ജാഗ്വറിൻ്റെയും ഓണർ ടാറ്റയാണ്. ടാറ്റ എന്ന് പറയുന്ന കാറും ഇന്ന് ഒരു ആഗോള ക്വാളിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരുപാട് അഭിമാനിക്കേണ്ട. പക്ഷെ അപ്പോൾ പോലും അവർ കുറേ ബിസിനസ്സുകൾ ചെയ്യുന്നില്ല. അത് അവർ കീപ്പ് ചെയ്യുന്ന വാല്യൂ തന്നെയാണ്. അപ്പം ആ പറയുന്ന അംഗീകാരം തന്നെയാണ്. കാരണം ഗവൺമെന്റിനേക്കാളും എയർ ഇന്ത്യ കൊണ്ട് നടക്കാൻ ടാറ്റയെ ജനങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അദ്ദേഹം കീപ്പ് ചെയ്ത മൂല്യങ്ങളുടെ റിഫ്ലക്ഷൻ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ആ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയെടുത്ത. കാരണം ടാറ്റയോട് മറ്റൊരു ബിസിനസ് ഗ്രൂപ്പിനോടുള്ള ഒരു അമർഷമോ വെറുപ്പോ ജനങ്ങൾക്കിടയിൽ ഇല്ലാത്തത് ടാറ്റ മൂല്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഇപ്പോൾ പലർക്കും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ആൾക്കാരും അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എന്താ പറയുക ലൈഫിലേക്കും അവരുടെ പ്രൊഫഷണൽ കാര്യങ്ങളിലേക്കും ഒരുപാട് ഫോക്കസ് ചെയ്യുന്നത്. കോമ്പറ്റീറ്റേഴ്സ് അവരെന്താ ചെയ്യുന്നത്, അവരുടെ പ്ലാൻ എന്താണ്, അങ്ങനെ പലർക്കും അബദ്ധം പറ്റിയിട്ടുമുണ്ട്. അതായത് അത് നോക്കി ഇരുന്നിട്ട് ഇവരുടെ ബിസിനസ് താഴെ പോയിട്ടുള്ള അവസ്ഥകളുമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? നമ്മളൊരു കോമ്പറ്റീറ്റേഴ്സിന് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത എത്രത്തോളം വരെ നമുക്ക് ആകാം? ഒരു ബിസിനസ്സിനെ സക്സസ്ഫുൾ ആക്കുന്നതിൽ കുറേ ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വാല്യൂ ഇന്നൊവേഷൻ. ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള, സൊസൈറ്റിക്ക് വാല്യൂബിൾ ആയിട്ടുള്ള, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കുമ്പോഴേ നമുക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവുള്ളൂ. വാല്യൂ ഇന്നോവേഷൻ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് വാല്യൂ ഇന്നോവേഷൻ ഉണ്ടാകുന്നത്. ഒന്ന്, നിങ്ങളുടെ പ്രൊഡക്റ്റ് വ്യത്യാസമുള്ളതായിരിക്കണം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ലൈഫ് നിലവിലുള്ള പ്രൊഡക്റ്റിനേക്കാളോ നിലവിലുള്ള സർവീസിനേക്കാളോ ഈസ് ആക്കുന്നതായിരിക്കണം, എളുപ്പമാക്കുന്നതായിരിക്കണം. രണ്ട്, വില കുറഞ്ഞായിരിക്കണം, മറ്റുള്ളവർക്കാളും വില കുറഞ്ഞതായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴാണ് പ്രോഡക്റ്റ് നമുക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് മാർക്കറ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള പ്രൊഡക്റ്റ് ആക്കുക എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സുകാരൻ്റെയും പ്രൈമറി ലക്ഷ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ടൂൾസുകൾ നമ്മൾ ചെയ്യാനുണ്ട്, കുറേ ടൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് പഠിക്കുക, കസ്റ്റമർ ബിഹേവിയറിലുള്ള മാറ്റങ്ങൾ അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ സെഗ്മെൻറ്റിനെ കുറിച്ച് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കുക, ബൗണ്ടറി എക്സ്പാൻഡ് ചെയ്യുക, പുതിയ പ്രൊഡക്റ്റിൻ്റെ ഇന്നോവേഷൻസ് ഒരു വശത്ത് നടക്കുക, R&D പ്രോപ്പറായിട്ട് നടക്കുക. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെയുള്ള ഒരു ഭാഗമാണ് കോമ്പറ്റീറ്റർ സ്റ്റഡി. കോമ്പറ്റീറ്റർ പഠിക്കണം. അത് കോമ്പറ്റീറ്റർ ചെയ്യുന്ന പോസിറ്റീവും കോമ്പറ്റീറ്റർ ചെയ്യുന്ന നെഗറ്റീവും പഠിക്കണം. കോമ്പറ്റീറ്ററുടെ ഏറ്റവും മാർക്കറ്റുള്ള പോസിറ്റീവായ സംഗതികൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും ബെസ്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. കോമ്പറ്റീറ്റർ വീക്ക്നെസ് പഠിച്ചു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടും. അല്ലാതെ കോമ്പറ്റീറ്ററിൽ തന്നെ ഫോക്കസ് ചെയ്ത് കോമ്പറ്റീറ്റർ മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കോമ്പറ്റീറ്റർക്ക് അപ്പുറത്തേക്ക് വളർത്താൻ നമ്മൾ മറന്നു പോകും. അപ്പോൾ അതൊരു സ്റ്റഡിയാണ്, ഒരു പാർട്ടാണ് കോമ്പറ്റീറ്റർ അനാലിസിസ്. പക്ഷെ കോമ്പറ്റീഷൻ നോക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇവരാരും കളിക്കാത്ത ഐറ്റംസുമായിട്ട് വരാനുള്ള പഠനങ്ങൾ അപ്പുറത്തും നടക്കണം. അത് ഒരു ടൂളാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല, അത് ചെയ്യണം. പക്ഷെ അത് മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ കൂട്ടി